ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിബിൻ ഷെഹാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രസ്സിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പം ഇതെന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. ഞാൻ ഷേദിയത്ത് അടിച്ച ഒരനിയത്തിക്ക് വേണ്ടി തയ്ച്ച ഡ്രസ്സാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എൻ്റെ മോൾക്കൊന്ന് തയ്ച്ച് നോക്കാൻ വിചാരിച്ചിട്ട് അതുപോലെ ഏകദേശം അതുപോലെയുള്ള തുണികളൊക്കെ വാങ്ങി ജസ്റ്റ് ഒന്ന് തയ്ച്ച് നോക്കിയതാണ്. തയ്ച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ഉഷാറായിട്ടുണ്ട്. അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ മോൾക്ക് അതിട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം പറഞ്ഞ് അങ്ങനെ രാത്രിയിൽ തന്നെ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. അപ്പോൾ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ക്ലൂസാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഷേദിയത്ത് അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും തുണി എടുക്കുന്ന രൂപമൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മോൾക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ലെവലിൽ അതിൻ്റെ തുണിയും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് കണക്ക് കൂട്ടി ചെയ്തതാണ്. അല്ലാതെ ഞാൻ ഇങ്ങനത്തെ ഫ്രോക്കും കാര്യങ്ങളൊന്നും ഇതുവരെ അടിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ചെറിയ രീതിയിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ മോളെ അളവിലാണ് ഈ ഡ്രസ്സ് തയ്ച്ചിട്ടുള്ളത്. വേറൊരു ഫ്രോക്കിൻ്റെ ഇത് എടുത്തിട്ടാണ് അതേ അളവൊക്കെ നോക്കി ചെയ്തതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോയെന്ന് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല. ഇത് അടിഭാഗത്തേക്കുള്ള നെറ്റിൻ്റെ പീസാണ്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് വേറൊരു പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് ആണ്. ഇത് എനിക്ക് സാറ്റിൻ്റെ തുണി കിട്ടിയില്ല. ഇത് വേറൊരു മെറ്റീരിയലാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷിഫ്റ്റ് നെറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ വീഡിയോ എങ്ങനെ ചെയ്യേണ്ടി എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നൊക്കെ ഷേത്ത് ഓലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാനും ഏകദേശം അതേ രീതിയിലൊക്കെ ചെയ്തതാണിത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ തയ്ച്ചത് എങ്ങനെയാണെന്ന് ഇട്ടത്. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ലൈനിങ്ങിൻ്റെ കൂടെ തന്നെയാണ് ആദ്യം നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മറിച്ച് കാണ്ട് പിന്നീട് തയ്ച്ച് കാണും. ബാക്കിൽ സിബ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്ലവറും വെച്ചിട്ടുണ്ട്. പിന്നെ അടിഭാഗത്ത് അതുപോലെ നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ ആ തയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ സിബ്ബാണ് ഞാൻ ഫസ്റ്റ് വെച്ചത്. അപ്പോൾ ഇത് വെച്ചപ്പോൾ ഒരു വൈറ്റ് കളർ കണ്ടപ്പോൾ എനിക്ക് അത്ര സുഖം തോന്നിയില്ല. അപ്പോൾ ഞാൻ മാറ്റി പിന്നെ യെല്ലോ കളർ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് മുകൾ ഭാഗത്തെ നെക്കിൻ്റെ ഭാഗത്തു നിന്ന് ലൈനിങ് ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് എന്നിട്ടതൊന്ന് ജസ്റ്റ് മടക്കി അടിച്ചതാണ്. എന്നിട്ട് പിന്നെ കോളർ നെക്കാണ് കൊടുത്തത്. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന രീതി ഷേത്തോലെ വീഡിയോയിൽ നല്ല കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതും കാണിക്കുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. വീഡിയോൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ.
അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇട്ട് നോക്കിയപ്പം ബാക്ക് ഭാഗം കുറച്ച് ലൂസായിട്ട് തോന്നിയിരുന്നു. അവൾ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ബാക്കിലൊരു ഫ്ലവറൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി പിന്നീട് എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യട്ടോ. ഓക്കെ, താങ്ക് യു.